സന്ധ്യാനേരം പോലും നമ്മൾ ഉടയ തമ്പുരാനോട് ദുആ ചെയ്തത് പ്രാർത്ഥിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സന്ധ്യാനേരത്തത് 10 വട്ടം നമ്മൾ മന്ത്രിക്കുകയാണ്. പ്രഭാത നേരത്തും അത് 10 വട്ടം നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മന്ത്രോച്ചാരണം പോലെ ഉരുവിടുകയാണ്. എന്താണ് ആ പദപ്രയോഗത്തിന്റെ അർത്ഥം? ഉടമസ്ഥനായ തമ്പുരാനെ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ മാത്രമാണ്, അവൻ ഒരിക്കലും പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് സർവ അധികാരങ്ങൾ, അവനാണ് സർവ സ്തോത്രങ്ങൾ. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവന് സർവ്വതിനും സാധ്യമാകുന്നവനാണ്. ഋഗ്വേദത്തിന്റെ മുഖവുരയിൽ ഒരു ശ്ലോകം കാണാം നമുക്ക്. അതിങ്ങനെയാണ്: മഹർഷിമാര് പറഞ്ഞുപോയി, സ്വാമിമാര് പറഞ്ഞുപോയി, ബുദ്ധിജീവികൾ പറഞ്ഞുപോയി, ഉപനിഷത്തിന്റെ അപ്പോസ്തലന്മാരായ ഒരുപാട് ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാര് ഹൈന്ദവ വേദ ദർശനങ്ങളെ ആഴത്തിൽ പഠിച്ചിട്ട് ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്. പ്രഭാതം പൊട്ടിവിടരുന്നത് അത് പ്രകൃതിയുടെ ഒരു പരിവർത്തനത്തിന്റെ തുടക്കമാണ്. പ്രഭാതം കൂടണയും പ്രദോഷം കൂടണയുന്നത് അത് പ്രകൃതിയിലെ മറ്റൊരു പരിവർത്തനത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് പ്രഭാത നേരത്തും പ്രദോഷ നേരത്തും നിങ്ങൾക്ക് ഒരു പ്രത്യേക മന്ത്രം ജപിക്കൽ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഋഗ്വേദത്തിന്റെ മുഖവുരയിൽ ബുദ്ധിജീവികളായ സന്യാസിമാര് എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ ഹൈന്ദവ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്: ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗദ്കാരണം വിശ്വരൂപം. അക്ഷരാർത്ഥത്തില് ഈ ശ്ലോകത്തിന്റെ സാരവും നമ്മൾ നേരത്തെ ഉച്ചരിച്ച മഗ്രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും നമ്മൾ ചൊല്ലുന്ന മന്ത്രോച്ചാരണത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന ദിക്റിന്റെ സാരവും ഒരു ഏകദിശയിലേക്ക് അടിവച്ചടിവച്ചിട്ട് കടന്നു വരുന്നതായിട്ട് ഉൾപുളകത്തോടെ നമുക്ക് കണ്ടു നോക്കിക്കാണാൻ സാധ്യമാവുകയാണ്. അതുകൊണ്ട് ഓരോ ദർശനങ്ങളും ഓരോ ഇതിഹാസങ്ങളും ഓരോ ചിന്തകളും നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദാർശനികമായ ഒരു പാഠമുണ്ട്. മനുഷ്യൻ എന്ന സത്തയിൽ ഊന്നി നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്ന ആഗതരാൻ, ഈ ഭൂമിയിലേക്ക് വന്ന വിരുന്നുകാരാൻ, ഭൂമിയിലേക്ക് വന്ന നാടോടികളാൻ, നമ്മൾ പാന്തരാൻ, നമ്മൾ പതികരാൻ, നമ്മൾ വഴിയമ്പലങ്ങളിൽ നിന്ന് വഴിയമ്പലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഏകാന്തപതികനായ നാടോടിയാൻ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യായൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അത്രയും ചഞ്ചലം ആലയാ സംഗമം. നമ്മൾ വഴിയമ്പലത്തിലാൻ. ഒരു മഴ പെയ്തപ്പോ, ഒരു വെയിൽ ഉദിച്ചപ്പോ മഴയിൽ നിന്ന് അഭയം കിട്ടാൻ, സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷണം ലഭ്യമാകാൻ കേറി ഇരുന്ന ഒരു ഇടത്താവളം പോലെയാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോകം. അതുകൊണ്ട് ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനദ്ദലീലി. വളരെ ശുഷ്കമായൊരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് പാരത്രിക ലോകത്തേക്കുള്ള സഞ്ചാരത്തിന്റെ പാതയിലാണ് നമ്മളെല്ലാം. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തേക്കുള്ള സഞ്ചാരത്തിന്റെ ഇടയിൽ നിങ്ങളുടെ ആദ്യത്തെ സത്രം, ആദ്യത്തെ ഭവനമാണ്, ആദ്യത്തെ സദനമാണ്, ആദ്യത്തെ ആലയമാണ് നിങ്ങൾ പോയി കിടക്കുന്ന 6 അടി മണ്ണാകുന്ന ഖബറെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇത് റജബാൻ, റജബിന്റെ സുഹൃതത്തിലാണ് നമ്മളുള്ളത്. റജബാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിലേക്ക് കയറി നിന്നിട്ട് ഇമാമാകുന്ന തിരുമേനി മൊഴിയുന്ന തങ്ങളുടെ അധരമന്ത്രോച്ചാരണങ്ങളായിട്ട് പുറത്തേക്ക് നിർഗളിക്കുന്ന ഒരു മനോഹരമായ
ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. പടച്ചോനെ, ഞങ്ങൾ നിലകൊള്ളുന്ന റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഐശ്വര്യദായകമായ അന്തരീക്ഷം നീ പ്രദാനം ചെയ്യണേ നാഥ. പരിശുദ്ധമാകുന്ന റമദാൻ, വിശുദ്ധ വസന്തോത്സവമാകുന്ന റമദാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷമാകുന്ന റമദാൻ, പാപങ്ങളിൽ നിന്ന് മോചനം ലഭ്യമാകുന്ന റമദാൻ, പരിശുദ്ധ വേദഗ്രന്ഥം ഇറക്കപ്പെട്ട മാസമാകുന്ന റമദാൻ, ആ റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനേ. ഷഹറുകളിൽ ശറഫൂറ്റ മാസം റമദാൻ, സഹനത്തിൻ സന്ദേശം ഏകും റമദാൻ, റഹ്മത്തിൻ മലക്കുകൾ ഇറങ്ങും റമദാൻ, പെരിയോന്റെ പോലീവുകൾ വീശും റമദാൻ, ജന്നത്തിൻ വാതിൽ തുറക്കും, അനുഗ്രഹം മണ്ണിൽ നിറക്കും, ഖൈറിൻ പ്രലോഭം വിരിക്കും, കാലത്തിലേക്ക് നമിക്കും, ഖൈറിന്റെ മാസം, ശാന്തി തൻ മാസം, സത്യഖുർആനിറങ്ങിയ മാസം, സത്യഖുർആനിറങ്ങിയ മാസം. ആ വിശുദ്ധ വസന്തോത്സവമാകുന്ന റമദാന് കടന്നു വരുന്നതിൻ്റെ 2 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ നായകൻ മദീന മുനവ്വറയുടെ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ മിഹ്റാബിൽ വെച്ചിട്ട് മഅ്മൂമികളാകുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്: വബല്ലിഗ്നാ ശഹ്റ റമദാൻ. ആവേശത്തോടുകൂടെ ഞങ്ങൾ കാത്തിരിക്കുന്ന റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനേ. അതുകൊണ്ട് ആ മാസത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ റമദാനിലേക്കുള്ള കടന്നുപോക്കിന്റെ വഴിയിലാണ് നമ്മളെല്ലാം ആവേശത്തോടുകൂടെ ഈ മജ്‌ലിസിൽ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിന്റെ 27ാമത്തെ രാവിൽ ഒരു പരിശുദ്ധമായ സമ്മാനം പോലെ നിസ്കാരം നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ നിസ്കാരമാണ് നമ്മളാക്കുന്നത്. അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ. പരിശുദ്ധ റസൂൽ ഒരു മിഅറാജ് കടന്നു പോയതാണ്. തോ സാഹിബേ ലൗലാക് ഹേ, തോ സാഹിബേ മിഅറാജ് ഹേ, തോ സാഹിബേ ലൗലാക് ഹേ, തോ സാഹിബേ മിഅറാജ് ഹേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ലൗലാഖിന്റെ ഉടമയാണ് റസൂലേ, അങ്ങ് മിഅറാജിന്റെ ഉടമയാണ് റസൂലേ. പരിശുദ്ധ നബിയെയും കൊണ്ട് ജിബ്രീൽ മാലാഖ അലൈഹിസ്സലാത്തു വസ്സലാം 7 വാനവും വിട്ടുകടന്നിട്ട് ഉടമസ്ഥനാകുന്ന തമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് കടന്നു പോവുകയാണ്. പോവുക നബിയോരേ തങ്ങൾ, പോവാൻ മറക്കരുതേ, കേറുക നബിയോരേ തങ്ങൾ, കേറാൻ മടിക്കരുതേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവേശനമുള്ള ഒരു കട്ട് ഓഫ്, ഒരു പ്രത്യേകമായ പരിധിയിൽ എത്തുന്നതോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഇനി എനിക്ക് പോലും പ്രവേശമില്ലാത്ത പ്രദേശത്തിലൂടെയാണ് അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് കടന്നു പോകാനിരിക്കുന്നത്. അതുകൊണ്ട് പോവുക നബിയോരേ തങ്ങൾ, പോവാൻ മടിക്കരുതേ. അങ്ങനെ നബി തങ്ങൾ കടന്നു പോകുമ്പോഴാണ്, ഉടമസ്ഥനായ തമ്പുരാനെ കണ്ടുമുട്ടുമ്പോഴാണ് ഇന്നും നമ്മൾ പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഞാനും എൻ്റെ പ്രവാചകനും പരസ്പരം സന്ധിച്ചു, ഞങ്ങൾ മേളിച്ചു, ഞങ്ങൾ കണ്ടുമുട്ടി. ഏതുപോലെയാണ്? അമ്പും വില്ലും അടുത്തുപോയ പോലെ ഞാനും എൻ്റെ നായകനായ എൻ്റെ പ്രവാചകനായ മുഹമ്മദ് തിരുമേനിയും തമ്മിൽ സന്ധിച്ചു പോയി എന്ന് അല്ലാഹു തആല പറയുകയാണ്.
അതുകൊണ്ട് പരിശുദ്ധ റസൂൽ ഒരു മിഅ്റാജ് നടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പാലസ്തീനിന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്റെ അടിമയായ പ്രവാചകനെ കൊണ്ട് പ്രയാണം ചെയ്യിപ്പിച്ച തമ്പുരാൻ അവനാണത്രേ പരിശുദ്ധൻ. പിന്നെ അവിടെ നിന്ന് ഉറൂജാൻ, അവിടെ നിന്ന് ആരോഹണമാണ്, അവിടെ നിന്ന് കയറ്റമാണ്, അവിടെ നിന്ന് മിഅ്റാജിന്റെ തുടക്കമാണ്. അതുകൊണ്ട് സാക്ഷാൽ മിഅ്റാജ് പരിശുദ്ധ റസൂല് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഅ്റാജ് ഏതാണ്? നമുക്കൊക്കെ മിഅ്റാജ് ഉണ്ട്. നബിതങ്ങള് ആകാശലോകങ്ങളെ ആരോഹണം നടത്തിയിട്ട് ആരോഹണം കയറ്റമാണ്, അവരോഹണം ഇറക്കമാണ്. ഒറ്റ രാത്രി കൊണ്ട് ആരോഹണവും നടന്നു, അവരോഹണവും നടന്നു. ആകാശഗംഗകളെ സീമകളുടെ അതിർത്തി ലംഘിച്ചിട്ട് കടന്നു പോവുകയാണ്. അവിടെ പോയി നകലീമിക്ക് തസമോർ നഖയാല തൂരി സീന മേരി ആർസൂ മുഹമ്മദ് മേരി ദുസ്തുജു മദീന. പിൽക്കാലത്ത് ഈ ചരിത്രത്തെ ഓർത്തിട്ട് ഇഖ്ബാൽ പാടിപ്പോവുകയാണ്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് തുരിസീന പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്നുപോയ കലീമുല്ലാഹി എന്ന അപരനാമത്തിന് ഖ്യാതി നേടിയ മൂസ നബിയുടെ ഓർമ്മകളല്ല. നഖയാല തുരിസീന. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് ഏറ്റുവാങ്ങുമ്പോ ആ മനോഹരമായ രംഗത്തിന് സാക്ഷിയായ തുരിസീന പർവ്വതവുമല്ല എൻ്റെ മനോമുകുരങ്ങളിലേക്ക് ഓളം തേട്ടിയിട്ട് കടന്നു വരുന്നത്. മേരി ആർസൂ മുഹമ്മദ് മേരി ദുസ്തുജു മദീന. എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ നബിയുടെ മിഅ്റാജ് അത് ലോക ചരിത്രത്തിന്റെ രജതരേഖയാണ്. ഒരു അനിഷേധ്യമായ ചരിത്രത്തിന്റെ ഭാഗധേയം തന്നെയാണ്. നബിതങ്ങൾ പോയിട്ട് അള്ളാഹുവിനെ കണ്ടു. അതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട്. ഞാൻ ആ ഭാഗമൊക്കെ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യാൻ. പക്ഷേ മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ആലോചിക്കണം, നമുക്കൊണ്ടൊരു മിഅ്റാജ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. സത്യവിശ്വാസിയാകുന്ന മനുഷ്യന്റെ മിഅ്റാജ് അത് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം. അത് നിസ്കാരമാണ്. ഇന്ന് ഫിലിപ്പ് മമ്പാടവറുകൾ ഇവിടെ വന്നു. നാളെ വരുന്നത് കേരളത്തിന്റെ മുൻ DGP ഓഫ് കേരള പോലീസ്, ഒരു ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പോലീസിന്റെ മേധാവിത്വം വഹിച്ചു. അദ്ദേഹം ജയിൽ DGP ആയി. ജയിൽ സൂപ്രണ്ടുമാർക്ക് വളരെ കൃത്യതയോടുകൂടെ തന്നെ മാതൃകാസമ്പന്നമായ നിർദ്ദേശങ്ങൾ കണിശമായിട്ട് കൊടുത്തിട്ട് തൻ്റെ ഭരണകാലയളവിൽ കേരളക്കരയിലെ ഒരുപാട് ആളുകളെ, ബുദ്ധിജീവികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള മകുടമായ മാതൃകകള്, വിപ്ലവങ്ങള് കേരളക്കരയിലേക്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ അഹോരാത്രം പരിശ്രമം നടത്തിയ കേരളക്കരയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നായകനാണ്. നാളെ മധ്യാഹ്ന നേരത്ത് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹം ഡോക്ടറാണ്. ഒരു നിയമപാലകനാകുന്നതിൻ്റെ കൂടെ തന്നെ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയ ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലെ ഉൽപ്പതിഷ്ണുവാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലെ പുരോഗമനേച്ചുവാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലെ ബുദ്ധിജീവിയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനനം നടത്തിയിട്ടുണ്ട്, കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത്, ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിനെ പറ്റിയിട്ട് അവർ പോലും അറിയാത്ത കാര്യങ്ങളെ ഗ്രഹിച്ചത്, അവർ പോലും അറിയാത്ത കാര്യങ്ങളെ പഠിച്ചത്, അവർ പോലും അറിയാത്ത വിഷയങ്ങളെ ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിച്ചത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറയുന്ന 1 മണിക്കൂറോളം നീണ്ടു കിടക്കുന്ന യൂട്യൂബിൽ വൈറലായ ഒരു മനോഹരമായ പ്രഭാഷണം കേട്ടിട്ടാണ് പല മുസ്ലിം ചെറുപ്പക്കാരും ഇസ്ലാമിനെ പറ്റി കൂടുതൽ ഗ്രാഹ്യം നേടിയത്. അത്രമേൽ ആഴത്തിൽ ഒരു മതദർശനത്തെപ്പറ്റി അപഗ്രഥനം നടത്തിയ പോലീസ് മേധാവിയാണ് അദ്ദേഹം. അത് ഈ മതത്തെപ്പറ്റി മാത്രമല്ല, ഭാരതം എന്ന് പറയുന്നത് ഒരുപാട് സങ്കര സംസ്കാരങ്ങളുടെ പെറ്റമ്മയാണ്, പോറ്റമ്മയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഇസങ്ങളുടെ, പ്രത്യയശാസ്ത്രങ്ങളുടെ കളിത്തൊട്ടിലാണ്, മാതാവാൻ.
അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മൾ അഭിമാനിക്കുകയാണ്. ഇപ്പൊ തുർക്കിയില് ഇത്രയും വലിയ സിറിയയിലും തുർക്കിയിലും ഭീമാകാരമായ ഭൂകമ്പമുണ്ടായപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളക്കാരാണ് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം അവിടെ ഓടിയെത്തിയത്. അത് നമ്മുടെ അഭിമാന നിമിഷമാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, പത്രദ്വാര പ്രത്യക്ഷപ്പെട്ടത് ഒരു തുർക്കി വനിത ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരിയാകുന്ന ഒരു നാവിക ഉദ്യോഗസ്ഥയെ, ഒരു സഹോദരിയെ, ഒരു 10-30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുക്കിയായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയെ ആശ്ലേഷിക്കുന്ന ഒരു തുർക്കി വനിതയുടെ ആശ്ചര്യ മനോഹരമായ ഒരു ഫോട്ടോ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതൊക്കെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ചെറുതല്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനികര് -ഡിഗ്രിയിലേക്ക് താഴ്ന്നു പോയിരിക്കുന്ന സിറിയയുടെ, തുർക്കിയുടെ മരവിച്ചു പോകുന്ന മാമരം കൊച്ചുന്ന തണുപ്പിന്റെ ഇടയിൽ, തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവച്ഛവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ കബന്ധങ്ങളെ വലിച്ച് എടുക്കുകയാണ്. ജീവൻ തുടിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ശരീരങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. മിനിയാന്ന് നിങ്ങൾ കണ്ടില്ലേ, പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട മനോഹരമായ മറ്റൊരു ചിത്രം. അതും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചിത്രമാണ്. ഇന്ത്യൻ പട്ടാളക്കാർ തുർക്കിയുടെ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബെറേ എന്ന പേരുള്ള 6 വയസ്സുകാരിയായ പൊന്നുമോളെ, അവിടെ ഈ ഭീമാകാരമായ ഭൂകമ്പം അരങ്ങേറി 4-ാം ദിവസം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവനോട് പൊക്കിക്കൊണ്ടുവന്ന് ആതുരാലയത്തിൽ കൊണ്ടുപോയി ഇന്ത്യൻ പട്ടാളക്കാർ ഈ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ അവളുടെ കൂടെ കട്ടിലിൽ ഇരിക്കുന്ന ഒരു മനോഹരമായ, നമ്മളെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നമ്മളൊക്കെ ആത്മവിശ്വാസത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരുപാട് ദർശനങ്ങളുണ്ട്. നമ്മളുടേതേതാണ്, നമ്മുടെ ദർശനമേതാണ്, നമ്മുടെ പാരമ്പര്യമേതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഗുജറാത്തിന്റെ കത്തിയാവാറിലെ പോർബന്തറിൽ ജനിച്ചുപോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന രാജ്യം കണ്ട അർദ്ധനഗ്നനായ ഫക്കീർ. വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ അമേരിക്കയിലെ ജനങ്ങളോട് പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞുപോയി, ടു ബി എ ഹാഫ് നേക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ. അമേരിക്കക്കാരെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ മക്കളെ പ്രാപ്തരാക്കണം. അപ്പോഴാണ് അമേരിക്കയിലെ ജനത ഇന്ത്യ രാജ്യത്തിലെ അർദ്ധനഗ്നനായ ഫക്കീറിനെ പറ്റി പഠിച്ചത്. ആ ചരിത്രം പഠിച്ചപ്പോഴാണ് അവർ മഹാത്മജിയെ കണ്ടത്. അപ്പൊ നമ്മുടെ ഈ ചേതോഹരമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ കൊള്ളക്കൊടുക്കലുകളുടെ സംസ്കാരമാണ്. അതത് മതവിശ്വാസികൾ അതത് മതവിശ്വാസങ്ങളുടെ വിശ്വാസധാരകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതാണ് പ്ലൂരലിസം, അതാണ് സമന്വയം, അതാണ് ബഹുസ്വരത, അതാണ് മൾട്ടി കൾച്ചറിസം. ഈ മൾട്ടി കൾച്ചറലിസം നമ്മളാക്കുകയാണ്. പരിശുദ്ധമായി മക്കാമിന്റെ ചാരത്ത് വന്ന് വിശ്വാസത്തിന്റെ ചേതോഹരമായിരിക്കുന്ന സമർപ്പണങ്ങൾ നടത്തുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല. ഈ മക്കാമിൽ വിശ്വാസമുള്ളവര് ഒരുപടി ഹൈന്ദവരുണ്ട്, മറ്റു മതക്കാരുണ്ട്. ഡൽഹിയിലെ പ്രാന്തപ്രദേശത്തൊരു സൂഫി ഉണ്ടായിരുന്നു, ബാബ ഫരീദ് ഷക്കഞ്ചർ. ആ സൂഫിയുടെ പേരായിരുന്നു അത്, ബാബ ഫരീദ് ഷക്കഞ്ചർ. ബാബ ഫരീദ് എന്ന് പറയുന്ന മുസ്ലിമായ തസവുഫ് പണ്ഡിതനായ കറാമത്തുകളുടെ ഉടമസ്ഥനായ സൂഫി ചമ്രം പടിഞ്ഞിരിക്കുന്ന പർണശാലയിൽ ഒരുപാട് മറ്റു മതക്കാരുണ്ടായിരുന്നു എന്നാണ്. ബാബ ഫരീദിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാൻ. അപ്പൊ തസവുഫിന്റെ ഏറ്റവും വലിയ ആഖ്യാനമാണ് മതസൗഹൃദം, ഈ മാനവിക സൗഹൃദം. മതങ്ങൾ തമ്മില്, മതത്തിന്റെ അനുയായികൾ തമ്മിലുള്ള മാനവിക സൗഹൃദം. ബാബ ഫരീദ് ഷക്കഞ്ചറിന്റെ പർണശാലയില് ഖാൻകാഹ്, അദ്ദേഹത്തിന്റെ ഖാൻകാഹില് ഈ വ്യത്യസ്ത മതക്കാരായ ആളുകൾ വന്നിട്ട് ചമ്രം പടിഞ്ഞിരിക്കും. അതിൽ മുസ്ലിങ്ങളുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ ക്രൈസ്തവരുണ്ട്, അതിൽ സിഖുകാരുണ്ട്, അതിൽ ബുദ്ധമതക്കാരുണ്ട്, അതിൽ ജൈന വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ടാകും.
അപ്പോഴാണ് ശിഷ്യന്മാരിൽപ്പെട്ട കുറച്ചാളുകള് ഒരു പട്ടുതൂവാല കൊണ്ടുപോയി കൊടുക്കുന്നത് ബാബാ ഫരീദ് ശക്കഞ്ചറിന്റെ കയ്യിലേക്ക്. അത് കത്തിരിക്കാൻ തൻ്റെ ഇഷ്ടാനുസരണം ആ പട്ടുതൂവാല കത്തിരിക്കാൻ ബാബാ ഫരീദ് ശക്കഞ്ചറിന്റെ കയ്യിലേക്ക് ഈ വ്യത്യസ്ത മതക്കാരായ ശിഷ്യന്മാര് ഒരു കൈഞ്ചി, ഒരു കത്രികയും കൊടുത്തു. അപ്പൊ ബാബാ ഫരീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അരേ ലോക് മുജെ കൈഞ്ചി നദോ, നിങ്ങൾ ഈ കപ്പട, ഈ വസ്ത്രത്തിന്റെ കൂടെ എനിക്ക് തന്നതേതാണ്? കൈഞ്ചി, കത്രിച്ച് കളയുന്ന കത്രികയാണ്. മുജെ കൈഞ്ചി നദോ, मैं काटने वाला नहीं हूं, उसके बदले में मुझे सुई दो, मैं जोड़ने वाला हूं. और ഞാൻ നിങ്ങൾക്കിടയിൽ झगड़ा लड़ाई कश्मकश ये बनाने के लिए नहीं आया हूं. ഞാൻ നിങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാൻ വന്നതല്ല. പിന്നെന്തിനാണ് നിങ്ങൾ എനിക്ക് ബന്ധങ്ങളെ കത്തിരിച്ച് കളയുന്ന ആയുധമായ കത്രിക തന്നത്? അപ്പൊ വ്യത്യസ്ത മതക്കാരായ ശിഷ്യന്മാര് പിറകോട്ട് പോയി എന്നാണ്. അപ്പോഴാണ് ബാബാ ഫരീദ് ശക്കഞ്ചർ പറഞ്ഞത്, ഉസ്കെ ബദലേ മേ മുജെ സൂയി ദോ, അതിന് പകരം നിങ്ങൾ എനിക്കൊരു സൂചി തരൂ. സൂചിയും നൂലുമാണ് എനിക്ക് ആവശ്യം. എന്തിനാണത് എന്ന് ചോദിച്ചപ്പോ ബാബാ ഫരീദ് മറുപടി പറയുകയാണ്, മേ ജോട്നെ വാലാ ഹൂം, ഞാൻ എവിടെയാണ് നമുക്കിടയിലുള്ള മനുഷ്യബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടത്, എവിടെയാണ് നമുക്കിടയിലുള്ള ബന്ധങ്ങള് അതിന് പോറൽ പറ്റിയത്, എവിടെയാണ് വിള്ളല് വീണത്, എവിടെയാണ് പരിക്ക് പറ്റിയത്, ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ, തുണ്ടുകളായി മാറിപ്പോയ ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ കടന്നു വന്നവനാണ് ഞാൻ. അങ്ങനെയാണ് ബാബാ ഫരീദ് ശക്കഞ്ചർ പറഞ്ഞത്. ബക്കച്ചുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ നിങ്ങളെ സമീപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ, നമ്മൾ ഓരോ വർഷവും ഉറൂസ് പരിപാടികൾ നടത്തുന്നു. അത് സമുചിതമായ രീതിയിൽ തന്നെ അൽഹംദുലില്ലാ നടന്നു പോകുന്നു. ഒരുപാട് ആളുകൾ ഈ നാടിൻ്റെ ഒരു ഗ്രാമോത്സവം പോലെ നമ്മുടെ ഉറൂസ് മുബാറക്കിനെ കാണുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ മജ്‌ലിസിൽ വന്ന് ഇൽമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ മഖാമിൽ മഹാന്റെ ചാരത്ത് വന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുണ്യം നുകർന്നും പകർന്നും കടന്നു പോകുന്നു. ഈ ഒരു ഊഷ്മളതയുണ്ടല്ലോ, ഇതാണ് നമ്മളാക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടു കൂടെ ഇവിടെ നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ പള്ളിക്കും മഖാമിനൊക്കെ ഈ ഷീറ്റിട്ട ഭാഗത്തൊക്കെ ചോർച്ചയുണ്ട്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ കലശലായ രീതിയിൽ താഴേക്ക് കിണിഞ്ഞിറങ്ങാൻ. ഇത്രയും വലിയ പരിപാടിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നടത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, പിരിഞ്ഞു പോകുന്നു എന്നതിലൊക്കെ അപ്പുറം ഈ വരുന്ന നമ്മൾ ന്യായമായിട്ടും ആലോചിക്കേണ്ട ഒരു കർത്തവ്യബോധമുണ്ട്. അതെന്താണ്? ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാടിന് വെളിച്ചമാകുന്ന ഒരു സൂഫി ചക്രവാളത്തിലെ മഹാരഥന്മാരുടെ ചാരത്ത് ഇങ്ങനെ ഒരു നീഡ്, ഒരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റൽ കൂടി നമ്മുടെ കടമയല്ലേ, നമ്മുടെ ബാധ്യതയല്ലേ? അത് പിന്നെ ആര് വന്നിട്ട് പരിഹരിക്കും? അപ്പൊ അത് ന്യായമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മളത് ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് ആ ഒരു പദ്ധതിയിലേക്ക് എന്തൊക്കെയാണ് എന്നെ കൊണ്ട് സഹായം നൽകാൻ കഴിയുക? കാരണം എന്താ അറിയോ, മഴ പെയ്യുമ്പോൾ ചൊർച്ചയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, താഴെ സിയാറത്തിന് വരുന്ന ആളുകളാകട്ടെ, പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ വരുന്ന ആളുകളാകട്ടെ, അവർക്കൊന്നും അലോസരങ്ങളില്ലാതെ നമ്മളെ കാര്യങ്ങൾ പോവാൻ എന്താണ് സഹായമായിട്ട് വേണ്ടത്? ആ സഹായം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതിൽ തർക്കല്ല. നമ്മൾ ആവശ്യങ്ങൾ നോക്കിയിട്ടല്ലേ സഹായം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു നീഡ് ഇവിടെ ഉണ്ട്. ആ കാര്യം നിങ്ങളെ വളരെ വിനയ പുരസ്സരം സഹോദര ബുദ്ധിയാ ഓർമ്മപ്പെടുത്താൻ. എന്താണ് നിന്റെ അഭിപ്രായം? അപ്പോ പരിഭ്രമിക്കാതെ പതറാത്ത പാദത്തോടെ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോന് പിതാവിന് കൊടുക്കുന്ന ആത്മധൈര്യമുണ്ട്. എന്താണത്? യാ അബതിഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ, ദൈവകൽപ്പന അങ്ങ് നടപ്പാക്കണം. ഉടമസ്ഥനായ തമ്പുരാന്റെ പക്കൽ നിന്ന് അങ്ങനെ ഒരു ആജ്ഞ, ആഹ്വാനം ഉണ്ടെങ്കിൽ അതങ്ങ് നടപ്പാക്കണം. ഞാൻ ക്ഷമിച്ചുകൊള്ളും. നേരം കളയാതെ അറുക്കൂ വാപ്പാ, നേരെ പിടിവാൾ വേച്ചറുക്കൂ ബാപ്പാ. പിതാവിന് ആത്മധൈര്യം കൊടുക്കുന്ന മകൻ
സത്യം പറഞ്ഞാൽ ഒരുപാട് സംവത്സരങ്ങൾക്ക് മുമ്പ് മിനാ താഴ്വാരത്ത് വെച്ച് അരങ്ങേറിയ മകന്റെയും പിതാവിൻ്റെയും ഇടയിലുള്ള സായുജ്യമടയുന്ന ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ സംഭാഷണം പോലെ തോന്നിപ്പോയി മിനിയാന്ന് കണ്ടുപോയ വീഡിയോ ക്ലിപ്പിൽ ഭൂകമ്പബാധിത പ്രദേശമായ തുർക്കിയുടെ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ശരീരമാസകലം കുരുങ്ങിപ്പോയിട്ട് ശ്വസിക്കാൻ പ്രയാസപ്പെട്ടിട്ട് ഇതെന്റെ അന്ത്യനിമിഷമാണ് എന്ന് തീർച്ചപ്പെടുത്തുമ്പോ പൊന്നുമോന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന പിതാവിന്റെ ശബ്ദം കേട്ടപാടെ അതിനേക്കാൾ പ്രൗഢമായിട്ട് ഉച്ചത്തിൽ ഷഹാദത്ത് കലിമ ഏറ്റുചൊല്ലുന്ന പൊന്നുമോന്റെ ദാരുണമായ രംഗം കാണുമ്പോ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം, ഒരു വേള ചിന്തിക്കണം, നമ്മളിവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഇടയിൽ ഒരു ജനത നടന്നു പോവാൻ നമ്മൾ റബ്ബിനെ മറക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ വിസ്മരിച്ചിട്ട് എന്താ പറയുക, പുറംകാലി കൊണ്ട് അതൊക്കെ ചവിട്ടി മെതിച്ചിട്ട് വേറെ ഒരു തരത്തിലുള്ള ജീവിതം ഒരിക്കലും നയിക്കാൻ പാടില്ല. ഇത് റജബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇസ്രാ മിഅ്റാജിന്റെ സന്ദേശമാണ്. രാജാവായ റബ്ബിൻ ദൂതരിത്താന്ന് റജബ് മാസം 27 കേറി സമാവ അജബേറെ കണ്ടു സിറാജ. അതുകൊണ്ട് റജബ് മാസം 27 റബ്ബിനെ കാണാൻ പോയ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് അല്ലാഹു തആല കൊടുത്ത പ്രസന്റേഷനാണ് നിസ്കാരം. അതുകൊണ്ട് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നമ്മൾ പറഞ്ഞത് നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അല്ലാഹുവിനെ കാണുന്നതാണ്. അവിടെയാണ് ഞാൻ നമ്മുടെ മുൻ DGP നാളെ ഇവിടെ വരാൻ പോകുന്ന വിശിഷ്ട അതിഥി അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മനഃപൂർവ്വം ഇവിടെ പരാമർശിച്ചത് എൻ്റെ വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിംകളുടെ ആരാധനാ കർമ്മത്തിലുള്ള നമസ്കാരമാകട്ടെ, അവരുടെ അംഗസ്നാന പ്രക്രിയയാകട്ടെ, അതൊക്കെ തന്നെ ആരോഗ്യ വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ അത്ഭുത പരതന്ത്രരാക്കിയ ആരാധനാ ചടങ്ങാണ് എന്നാണ് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് പറയുന്നത്. അതിന് അദ്ദേഹം ചില കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ ഇസ്ലാമത വിശ്വാസികളെ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് അവരുടെ മസ്ജിദുകളിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയാണ്ട് കയറി ചെല്ലാൻ പറ്റൂല. അതിന് അവർക്ക് ആരാധനാലയത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അംഗസ്നാനം ചെയ്യണം, സ്നാനഘട്ടങ്ങളിൽ പോയി അംഗസ്നാനം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലോകത്ത് മുസ്ലിംകളുടെ ഏത് ആരാധനാലയം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ, സ്നാനഘട്ടങ്ങളില്ലാത്ത ഒരൊറ്റ മസ്ജിദും ഇസ്ലാമിലില്ല. ഏത് രാജ്യങ്ങളാകട്ടെ, വുളു എടുക്കാൻ ടാപ്പ് സൗകര്യമോ ഹൗദ് സൗകര്യമോ ഇല്ലാത്ത ഒരൊറ്റ ദേവാലയവും ഇസ്ലാമിലില്ല എന്ന് അദ്ദേഹം പറയാൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ അവരുടെ വുളുഇനെ പറ്റി പറയുന്നത് മിഫ്താഹുസ് സ്വലാഹ്, നിസ്കാരത്തിന്റെ ചാവി, താക്കോൽ, അതാണ് വുളു എന്നാണ്. ഞാൻ പറയുന്നത്, നാളെ ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല ഇവിടെ വരുന്നത് എന്നതുകൂടിയാണ്. അദ്ദേഹം വളരെ സമർത്ഥമായിട്ടല്ലേ അത് പ്രതിപാദിച്ചത്. അദ്ദേഹം പറയാണ്, ഹൗലിന്റെ അടുക്കലേക്ക് ഒരു മുസ്ലിം നടന്നു പോകുമ്പോൾ അതിൽ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഒരു മുസ്ലിം ആദ്യമായിട്ട് അവന്റെ വുളു എന്ന് പറയുന്ന ചടങ്ങിൽ അവന്റെ മുൻകൈകളാണ് കഴുകുന്നത്. അവരുടെ പ്രവാചകൻ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്. വൈദ്യശാസ്ത്രം പറയാണ്, മനുഷ്യന്റെ 2 കൈകൾ സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലുള്ള ചെറുവാഹനങ്ങളാണ്. അപ്പോൾ നമ്മുടെ 2 ശരീരങ്ങളിലെ 2 കൈകൾ നമ്മുടെ സ്മോൾ വെഹിക്കിൾസ് ആണ്, ചെറുവാഹനങ്ങളാണ്. അപ്പോൾ നമ്മൾ എവിടൊക്കെയാണ് നമ്മളെ കൈ തൊടുക? ഉറക്കത്തിൻ്റെ ഇടയിൽ നമ്മുടെ കൈ എവിടെയൊക്കെ സ്പർശിച്ചു? നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൈ എവിടെയൊക്കെ സ്പർശിച്ചു? ഏതൊക്കെ മാലിന്യങ്ങളിൽ തൊട്ടു? നമ്മുടെ കയ്യിലേക്ക് എന്തൊക്കെ മാലിന്യങ്ങൾ വന്നു? ഒന്നും നമുക്കറിയൂല. അതുകൊണ്ട് വുളൂഇന്റെ ആദ്യത്തെ ചടങ്ങ് 2 കൈകളും മനോഹരമായിട്ട് കഴുകലാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ലോകത്ത് ലോക കൈ കഴുകൽ ദിനം തന്നെയുണ്ട്. ലോകത്തൊരു ദിനമുണ്ട്, ആ ദിനം ലോക കൈ കഴുകൽ ദിനാണ്. എന്തിനാണ് അങ്ങനെ ഒരു ദിനം സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്തത്? അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ, ലോക ജനങ്ങളെ നിങ്ങൾ കൈ കഴുകണം. കോവിഡ് വന്നതിന് ശേഷം എങ്ങനെയൊക്കെയാണ് കൈ കഴുകേണ്ടത്, ഹാൻഡ് വാഷിംഗ് വീഡിയോസ് എത്ര സെലിബ്രിറ്റീസിനെ കൊണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്യിപ്പിച്ചു ലോകരാജ്യങ്ങളിൽ. എന്തിനായിരുന്നു അത്?
കൈ എങ്ങനെ കഴുകണം എന്ന് ഭദ്രമായിട്ട് ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവിടെയാണ് മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കാൻ ആരാധനാലയത്തിലേക്ക് പോകുമ്പോഴാകട്ടെ, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവരാകട്ടെ, അവർ മുഴുവൻ വുളൂ ചെയ്യാതെ നമസ്കരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി. പിന്നെ നമ്മൾ മുഖം കഴുകാൻ, പിന്നെ നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, ഈ വ്യാവസായിക ശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ധൂമപടലങ്ങൾ, അതുപോലെ തന്നെ അമ്ലഗണങ്ങൾ, ഈ പൊടിപടലങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വാഹനങ്ങളുടെ പുകയാവട്ടെ, വ്യവസായശാലകളുടെ ഫാക്ടറിയിൽ നിന്നുള്ള പുകകളാവട്ടെ, അതൊക്കെ പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇന്ന് ഈ ഹൈടെക് യുഗത്തിൽ എല്ലാം കൂടി, എല്ലാം ഹൈടെക്കായി. അതുകൊണ്ട് യന്ത്രവൽകൃത യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രങ്ങൾ പോലും യന്ത്രങ്ങൾ ഏറ്റെടുത്ത കാലാണിത്. കാരണം ചൈനക്ക് ഇറക്കിയ ഒരു തരം പേനുണ്ട്, ഖുർആൻ, പെൻ ഖുർആൻ. അത് ഓണാക്കി കൊടുത്താൽ അത് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ. പിന്നെ ഈ അടുത്ത തലമുറയൊക്കെ തന്നെ മരണം സംഭവിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇപ്പം തന്നെ ഒരുപാട് പള്ളിക്കാടുകളിൽ ഖുർആൻ പ്ലേ ചെയ്യുന്ന പള്ളിക്കാടുകളുണ്ട്. ഖുർആൻ പാരായണം നടക്കുന്നു, ഓതാൻ ആളെ കിട്ടുന്നില്ല. ഇനി മയ്യത്തിൻ്റെ അടുക്കലും ഈ പെൻ ഫോണുകളൊക്കെ വെച്ചിട്ട് ഓഡിയോ പ്ലേ ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളിലേക്ക് ലോകം പോവാൻ. അപ്പം അത്രയും ഹൈടെക് ആയിരിക്കുന്ന യുഗത്തിൽ ഈ പൊടിപടലങ്ങളൊക്കെ തന്നെ നമ്മളെ ശ്വാസ മണ്ഡലങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുകയാണ്. നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ നമ്മൾ വലിച്ചു കയറ്റുകയാണ്. ഇത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള രോമകൂപങ്ങളിലൂടെ അതിലൊക്കെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ്. 2-3 ദിവസം ഈ പൊടിപടലങ്ങൾ വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ തുടക്കാതെ ക്ലീനാക്കാതെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടന്നാൽ അത് 4-മത്തെയോ 5-മത്തെയോ ദിവസം അതിനകത്ത് രാസപരിവർത്തനം സംഭവിച്ചിട്ട് അത് വിഷാംശങ്ങളായി മാറി പിന്നെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലൂടെ ഈ വിഷമാണ് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പോവുക. അങ്ങനെ ശ്വസിച്ചു കഴിഞ്ഞാൽ ആ ശ്വസന പ്രക്രിയ ആ ആൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം മസ്തിഷ്ക അർബുദമുള്ള ഒരു രോഗിയായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാകുന്നു. എന്നിട്ട് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ അവരുടെ വുദൂഇലൂടെ വായിൽ വെള്ളം കയറ്റുന്നു, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ ഒരു ദിവസം എത്ര നേരം. അപ്പോൾ നമ്മളെ ഈ ഒരു ശ്വസന പ്രക്രിയയും അതുപോലെ തന്നെ നാസാരന്ധ്രങ്ങളുടെ അന്തർഭാഗവും ഒക്കെ തന്നെ നല്ല സംശുദ്ധ ഹൈജീനായിട്ട് നിലകൊള്ളുകയാണ്. പിന്നെ മുഖം കഴുകലാണ്. അത് ഗേറ്റ് വേ ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലുള്ള ഗേറ്റാണ്, പ്രധാന കവാടമാണ് ഈ മുഖം. അത് കഴുകാൻ നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബിലൊക്കെ തന്നെ എത്ര വലിയ കർമ്മശാസ്ത്രങ്ങളിലൊക്കെ മാർഗരേഖകൾ പറഞ്ഞെന്നത്. കൈ കഴുകുന്നു, തലതടവുന്നു. തലതടവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ മസ്തിഷ്കത്തിൻ്റെ മുകളിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈന്യൂട്ടായിരിക്കുന്ന കുശേരുക്കൾ, ചെറിയ ഞരമ്പുകൾ, അതിന് വെള്ളത്തിൻ്റെ അംശം തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം ഊർജ്ജസ്വലമാകും, നമ്മുടെ ബോധമണ്ഡലം ഉണരും. അല്ലേ? മൊഹാല്യാസ്യപ്പെട്ട് വീണുപോയ ഒരാൾ, ബോധരഹിതനായി വീണുപോയ ഒരാളുടെ മുഖത്ത് വെള്ളം തെളിക്കണം എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വുളൂഇൽ മുഖം കഴുകൽ ഒരു പ്രധാന ചടങ്ങാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കാലുകൂടി വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് അവർ ദൈവത്തെ കാണാൻ വേണ്ടി ആരാധനാലയത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. അവർക്ക് വെറുതെ ആണ്ട് കയറി ചെല്ലാൻ പറ്റൂല. അങ്ങനെ കയറി ചെന്നിട്ട് അവരുടെ ഇമാമിൻ്റെ കൂടെ കൈ കെട്ടിയാൽ ഈ വുളൂ ഇല്ലാതെ കൈ കെട്ടിയോൻ്റെ നമസ്കാരം അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൻ്റെ ചാവി ഏതാണ്? അത് വുളൂ ആണ്. അപ്പോൾ വുളൂയിലൂടെ നടക്കുന്നത് ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവുമാണ്. ഇനി വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നാഥനെ കാണാൻ വേണ്ടി നമ്മൾ കടന്നു പോവാൻ. അതാണ് നമസ്കാരം. പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. വുദൂ കഴിഞ്ഞിട്ട് നമ്മളും നടത്തുന്ന ദുആ അതാണ്, അല്ലാഹുവേ എന്നെ നീ തൗബ ചെയ്തവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ള ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്ന് അംഗസ്നാനം ചെയ്യുന്ന ഹൗദിന്റെ പരിസരത്ത് നിന്നൊരു ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞതിൻ്റെ ശേഷം 2 കൈയും അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് മലർക്ക തുറന്നു വച്ചിട്ട് വുളൂ എടുത്തു പോയൊരു മനുഷ്യൻ ദുആ ചെയ്യണം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ബാഹുൽ വുളൂ,
നബിതങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾ വുളു എടുത്താൽ മാത്രം പോരാ, ശരീരത്തിന്റെ അവയവങ്ങളെ കയറ്റി കഴുകണം. ഒരു മുട്ട് വരെ കഴുകിയാൽ മതി കൈ, പക്ഷെ നിങ്ങൾ കഴുകുമ്പോൾ കുറച്ചുകൂടി കയറ്റി കഴുകണം. മുഖം കഴുകുമ്പോൾ കുറച്ച് വിശാലമായി കഴുകണം. കാല് കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകണം. ഈ ഞെരിയാണി വരെ കഴുകിയാൽ മതി. പക്ഷെ അതാണ് ഇസ്ബാഉൽ വുളൂ. നാളെ മഹ്ശറയിൽ വരുമ്പോൾ കൈകാലുകൾ പ്രകാശിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖുർറ മുഹജ്ജലീൻ. ആരാണ് നബിയെ കൈകാലുകൾ പ്രകാശിക്കുന്നവർ? അള്ളാഹുവിന്റെ റസൂല് പറയാൻ വുളൂ ഇസ്ബാഉൽ വുളൂ നടത്തിയ ആളുകളാണ്, കൈകാലുകളെ കയറ്റി കഴുകിയ ആളുകളാണ്. അപ്പൊ നമ്മുടെ അവയവങ്ങളൊക്കെ കഴുകുമ്പോൾ കൈകാലുകൾ കയറ്റി കഴുകണതിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട്. നാളെ നമ്മുടെ കൈകാലുകളൊക്കെ പ്രകാശാലങ്കൃതങ്ങളായിട്ട് നമുക്ക് മഹ്ശറയിൽ പ്രത്യക്ഷപ്പെടാൻ അത് കാരണങ്ങളായി മാറുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ വുളു അസ്വാലിഹ, നിങ്ങൾ എടുക്കുന്ന യഥാർത്ഥ വുളു ഉണ്ടല്ലോ, യത്റുദു അൻക ശൈത്താൻ, അത് സഹോദര നിന്നെ തൊട്ട് പിശാചിനെ ആട്ടിക്കളയുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ക്ഷിപ്രകോപമുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ടായി. ആ ദേഷ്യത്തിൽ ഇത് ഭാര്യനോടാകട്ടെ, സുഹൃത്തിനോടാകട്ടെ, നാട്ടുകാരോടാവട്ടെ, എന്തോ ഒരു അകാരണമായ കോപത്തിൻ്റെ രോഷാഗ്നി ഉള്ളിൽ നിന്നിങ്ങനെ ഉറഞ്ഞു തുള്ളി എരിതിയിലേക്ക് എണ്ണയൊഴിച്ച പോലെ അതിങ്ങനെ ശതഗുണീഭവിച്ചിട്ടിങ്ങനെ അതിൻ്റെ സകല സീമകളും ലംഘിച്ചിട്ടിങ്ങനെ പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഉടനെ തന്നെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം എന്താ? പിശാചി ഇടപെട്ടതുകൊണ്ടാണ് ദേഷ്യം ഉണ്ടാകുന്നത്. പിശാചാണ് ഈ മണ്ണെണ്ണയിൽ ഹൈലി ഇൻഫ്ലേമബിൾ ആക്കുന്നത് നമ്മുടെ ദേഷ്യത്തെ. അത് പിശാചിന്റെ സുഹൃത്താണ് ദേഷ്യം കൂടുതലുള്ളവന്. ഖൈറുന്നാസ്, ജനങ്ങളിൽ നല്ല ആളാരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ബത്തീഉൽ ഗളബ്, വളരെ സ്ലോവിലെ അയാൾക്ക് ദേഷ്യം വരുള്ളൂ. അയാളെ ദേഷ്യം പിടിപ്പിച്ച് ഈ പിടിപ്പിക്കാൻ വന്നവന് ദേഷ്യം പിടിക്കും, എന്നാലും അവനെ ദേഷ്യം പിടിക്കൂല. അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ. വസരീഉൽ ഫൈഇ, അഥവാ ദേഷ്യം വന്നാൽ തന്നെ പെട്ടെന്ന് തണുക്കുന്ന പ്രകൃതമുള്ളവനാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പേടിയാകുന്നു നബിയെ, മൻ ഹുവ ശർറുന്നാസ്, അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഖാല, അവിടുന്ന് മറുപടി പറയുകയാണ്, ഹുവ, അവൻ ഒരുത്തനാണ്, സരീഉൽ ഗളബ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന മനുഷ്യനാണ്, വബതീഉൽ ഫൈഇ, ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാണ് മലയാള ഭാഷയിൽ ക്ഷിപ്രകോപി എന്ന് പറയാറുള്ളത്. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. മലയാള ഭാഷയിൽ അതിന് വേറൊരു വാക്കും കൂടി ഉണ്ട്. വാശിക്ക് മീശ മുളച്ചോനെന്നും പറയും പഴയ കാരണന്മാർ. അവൻ്റെ ശുണ്ടി മൂക്കത്താണെന്ന് പറയും. കോപം മൂക്കത്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള അവയവമാണ് മൂക്ക്. ആ മൂക്കിൻ്റെ തുമ്പത്താണ് കോപം. ആ രീതിയിലൊക്കെ പദപ്രയോഗങ്ങൾ നടത്തപ്പെടാറുണ്ട്. എങ്ങനെ വന്നതാണ് ഈ പദങ്ങളൊക്കെ? കോപനിയന്ത്രണം. അപ്പൊ വുളൂ ആയിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ടെന്നാ. ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി പിശാചിനെ ആട്ടാനുള്ള മന്ത്രം ജപിച്ചിട്ടും നമ്മുടെ ദേഷ്യം നിൽക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഇനിയും കൺട്രോളിൻ്റെ അപ്പുറത്തേക്ക് പോകും എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ പെട്ടെന്ന് പോയി വുളൂ എടുക്കണം, വേഗം പോയി വുളൂ എടുക്കണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നൽ വുളൂ അസ്വാലിഹ, യഥാർത്ഥമായ ദിക്റുകൾ, വുളൂഇൽ ചൊല്ലേണ്ട ദിക്റുകളെയൊക്കെ പാലിച്ചിട്ട് നീ വുളൂ എടുത്തു കഴിഞ്ഞാൽ യത്റുദു അൻക ശൈത്താൻ, ആ വുളൂ പിശാചിനെ നിന്നെ തൊട്ട് തട്ടിക്കളഞ്ഞു മാറ്റുന്നതാണ്. നിന്നെ തൊട്ട് പിശാചിനെ പിന്തിരിപ്പിക്കും. വുളൂ കൂടി എടുത്തു കഴിഞ്ഞാൽ പിശാചിന് നമ്മൾ അടുക്കലേക്ക് നടന്നു വരാൻ കഴിയില്ല അത്ര പെട്ടെന്ന്. അതുകൊണ്ടാണ് പഴയ കാരണന്മാരൊക്കെ ദാഇമുൽ വുളൂ, ഏത് സമയം വുളൂ ഉള്ളവരായിരുന്നു. ഏത് സമയം വുളൂ. അവർക്ക് ഖുർആൻ ഇങ്ങനെയാണ്ട് കൊടുത്താൽ അപ്പോൾ ഖുർആൻ സ്പർശിക്കും. നമ്മൾ വിചാരിക്കും എന്താ വുളൂ ഇല്ലാതെ ഖുർആൻ തൊടുന്ന്? ഇയാൾ ദാഇമുൽ വുളൂ ആൻ, സകല നേരവും സംശുദ്ധിയുള്ള മനുഷ്യനാണ്. അയാളെ വുളൂ മുറിഞ്ഞാലോ അയാൾ വീണ്ടും വുളൂ എടുക്കുകയാണ്. ഇനി വുളൂ ഉണ്ട്, വുളൂ മുറിഞ്ഞിട്ടില്ല, എന്നാ പിന്നെ വുളൂ എടുക്കണത് എന്താ? തജ്ദീദുൽ വുളൂ, അയാൾ വുളൂഇനെ പുതുക്കുകയാണ്. അങ്ങനെ വുളൂ നമ്മുടെ നിസ്കാരത്തിലേക്കുള്ള ഒരു ചാവിയാണ്, താക്കോലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് അല്ലാഹു തആല മിഅ്റാജിന് കൊണ്ടുപോകുന്നത്? അബൂ ത്വാലിബ് മരിച്ചുപോയി, ലോകത്തോട് വിട പറഞ്ഞു. ഖദീജ ബീവിയും ലോകത്തോട് വിട പറഞ്ഞു.
അബൂ താലിബ് പരിശുദ്ധ റസൂലുള്ളാഹിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അഭയമായിരുന്നു. ഖദീജ ബീവി പരിശുദ്ധ നബി തങ്ങൾക്ക് വീട്ടിന്റെ അകത്തേക്ക് വന്നാലുള്ള അഭയമായിരുന്നു. അഥവാ പുറത്തുള്ള നബിയുടെ സ്രോതസ്സും നഷ്ടമായി, അകത്തുള്ള അഭയകേന്ദ്രവും നഷ്ടമായി. അതാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. ഇത് ദുഃഖവർഷമാണ്. ഈ ഇരട്ട ദുഃഖങ്ങളുണ്ടായ സമയത്ത് നബിതങ്ങൾ ആകെ അപ്സെറ്റായി ആ ഹാങ് ഓവറിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് അല്ലാഹു തആല ഇസ്രാ മിറാജ് എന്നുള്ളൊരു ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോവുക, എന്നാൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിക്കോളും, ഒന്ന് റിലാക്സ് ആയിക്കോളും, നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ നബിതങ്ങളുടെ ഫ്രസ്ട്രേഷനെ ഇല്ലായ്മ ചെയ്യാൻ അല്ലാഹു തആല കൊടുത്ത ഒരു ടൂർ പ്രൊജക്റ്റ് ആയിരുന്നു ഇസ്രാ മിറാജ്. ഈ രണ്ടുപേരും വിട പറഞ്ഞ വർഷമാണ് ഇസ്രാ മിറാജ് നടക്കുന്നത്, സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ദുഃഖമുണ്ടായപ്പോഴാണ്. അത് അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളല്ലാത്ത മറ്റു പ്രവാചകന്മാർക്കും നിസ്കാരം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അംബിയാ മുർസലീങ്ങൾക്ക് കടന്നു വന്നിരുന്നു എങ്കിൽ ഉടനെ തന്നെ അവർ നിസ്കാരത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ നിർവഹിക്കുന്ന പോലെയുള്ള നിസ്കാരമല്ലെങ്കിലും അന്നത്തെ കാലത്ത് അവരുടേതായ നമസ്കാരം അവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി തങ്ങളെ അല്ലാഹു ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയിട്ടാണ് ഒരു മുനാജാത്ത്, പരസ്പരമുള്ള സംഭാഷണം നടത്തിയത് എങ്കിൽ ഉടമസ്ഥനായ റബ്ബിനോട് നമുക്ക് സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള മിഅ്റാജാണ് നിസ്കാരം. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, ഇന്നൽ മുസല്ലി, നിസ്കരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ, യുനാജി റബ്ബഹു, നിസ്കരിക്കുന്നവർ മുഴുവൻ റബ്ബിനെ കണ്ടെത്തുകയാണ്, റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. അതുകൊണ്ട് ഫല്യൻദുർ ബിമാ യുനാജി, ഏത് കാര്യം കൊണ്ടാണ് അള്ളാഹുവിനോട് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞതായി പ്രമുഖ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മൻ സല്ലാ സ്വലാതൻ, ഒരാൾ നിസ്കരിക്കുകയാണ്, ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ, ആ നിസ്കാരത്തിൽ അയാൾ ഫാത്തിഹ സൂറത്ത് ഓതാൻ വിട്ടുപോയി എങ്കിൽ ഫഹിയ ഖിദാജ്, ആ നിസ്കാരം പൂർണ്ണമല്ല, അത് ബാത്തിലായ നിസ്കാരമാണ്. ഖാല തആല, എന്തുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞുപോയി, ഖസംതു സ്വലാത്ത ബൈനി, നിസ്കാരത്തെ ഞാൻ വിഭജിച്ചിരിക്കുകയാണ്, ബൈനി വ ബൈന അബ്ദി, എന്റെയും നിസ്കരിക്കുന്ന എൻ്റെ അടിമയുടെയും ഇടയിൽ നിസ്ഫൈനി, രണ്ട് പകുതിയാക്കി നിസ്കാരത്തെ ഞാൻ വിഭജിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫഇദാ ഖാല, ഫാത്തിഹ സൂറത്ത് ഓതുന്ന നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയ ഒരു മനുഷ്യൻ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഫഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഖാല തആല, അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, ഹമിദനി അബ്ദി, മലക്കുകളെ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. കാരണം അൽഹംദുലില്ലാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ. ഫൈദാ ഖാല അർറഹ്മാനിർ റഹീം, ഇനി നമ്മൾ ഫാത്തിഹയിൽ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഖാല, അല്ലാഹു തആല പറയും, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ വീണ്ടും എനിക്ക് സ്തോത്രം തന്നിരിക്കുന്നു. ഫൈദാ ഖാല, ഇനി എൻ്റെ അടിമ പറഞ്ഞാൽ മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖാല, അല്ലാഹു തആല അവൻ്റെ ചുറ്റും കൂടിയ മലാകമാരോട് പറയുമത്രേ, മജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ ഔന്നത്യത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഫൈദാ ഖാല, ഇനി എൻ്റെ അടിമ പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഖാല, അല്ലാഹു തആല പറയാണ്, വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ഞാൻ ചോദിച്ചത് കൊടുക്കുകയാണ് മലക്കുകളെ. എന്താ ചോദിച്ചത്? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു. എങ്ങനെയാണ് ഇസ്രാ മിറാജിന്റെ രാത്രി നബിതങ്ങൾ അള്ളാഹുവിനോട് സംഭാഷണം നടത്തിയത്? അതേ സംഭാഷണത്തിന്റെ സ്കോപ്പാണ് നമ്മുടെ കയ്യിലുള്ള നിസ്കാരം. അതുകൊണ്ട് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ,
നിസ്കാരം ഒരു മുഅ്മിനിന്റെ മിഅറാജാണ്. ഫൈദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരാൾ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല പറയും ലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ഞാൻ ചോദിച്ചത് കൊടുത്തു. ലിഅബ്ദി മാ സഅൽ അവിടെയും പറയും. അപ്പോൾ നമുക്ക് ഹിദായത്തും കിട്ടും. അപ്പോൾ അള്ളാഹുവായിട്ട് ചോദിച്ച് വാങ്ങാണ് നിസ്കാരം എന്ന് പറയുന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കാൻ വുളൂ വേണമെന്ന് പറഞ്ഞു. വുളൂ ഇല്ലാതെ വെറുതെ സുജൂദ് ചെയ്യാൻ പോലും പാടില്ല എന്നാണ്. വുളൂ ഇല്ലാതെ ഒരാൾ ഖിബിലക്ക് തിരിഞ്ഞിട്ട് വെറുതെ സുജൂദ് ചെയ്യാൻ പോലും പാടില്ല. അതെന്താണ്? അത് അനീതിയാണ്. കാരണം അതൊരു വർഷിപ്പാണ്, ഒരു ആരാധനാ ചടങ്ങാണ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ ആ പ്രസംഗത്തിൻ്റെ അകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിസ്കാരത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് ഇവരുടെ നിസ്കാരത്തിലെ സുജൂദ് അഥവാ സാഷ്ടാംഗം, അംഗസ്നാനം, എന്താ പറയുക, സാഷ്ടാംഗം, ഇവർ ശിരസ് നമിക്കുന്ന ഈ ഒരു ചടങ്ങാണ്. അദ്ദേഹം പറയാണ് അതിന് വലിയ കാരണമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞത് നബിതങ്ങൾ പിന്നെ പറയുന്നുണ്ട്, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, അള്ളാഹുവിനോട് ഒരടിമ ഏറ്റവും അടുക്കുന്ന സമയമേതാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഫഹുവ സാജിദ്, അവൻ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന നേരത്താണ്. അതുകൊണ്ട് ഫക്സിറു അദ്ദുആ ഫിസ്സുജൂദ്, നിങ്ങളൊക്കെ ജമാഅത്ത് നിസ്കരിക്കുന്ന ഇമാമല്ലെങ്കിൽ, ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെ നിസ്കാരത്തിന്റെ സുജൂദിൽ 3 സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നും പറഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് സുജൂദിൽ നിങ്ങട്ട് എണീക്കണ്ട. ഫക്സുറു ദുആ, നിങ്ങൾ പരമാവധി ദുആഇനെ വർദ്ധിപ്പിച്ചോളൂ ഫി സുജൂദ്, ഈ സുജൂദിൽ. കാരണം അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരു അടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മൊമെന്റ് ഈ ഭൂമിയിൽ ഫഹുവ സാജിദ്, അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്.